അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഇവിടെ കടന്നു വരുവാൻ കാരണമായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. Amen. And beyond all that, it's the name of the Lord Jesus Christ. For His name said that we are here this morning. എല്ലാ നാമത്തിലും ശ്രേഷ്ഠമായ നാമം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the name that we have, that we can call upon. That's the name above all names. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയോടുമത്തിൽ ഗുജറാത്തിൽ ജാഷ്കോട്ട് സ്ഥലത്ത് എൻ്റെ അളിയൻ പാസ്റ്റർ ടി കെ ജോസഫ് അവിടെ ഞാൻ 10 വർഷം ജോലിയോടെ ബന്ധത്തിലായിരുന്നു. After my education, along with one of my brother-in-laws, I was able to go to Gujarat and be with them in terms of my employment. എന്നാൽ കർത്താവ് ഞങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച സമയം മുതൽ ഇറ്റാർസി സെൻട്രൽ ഇന്ത്യ ബൈബിൾ കോളേജ് ദൈവത്തിനെ അഭ്യസിക്കുവാൻ ദൈവം സഹായിച്ചു. And after we received the call from God, then we've been teaching at the Bible college there. കർത്താവിൽ വിശ്രമിക്കുന്ന എൻ്റെ പിതാവ് ടി എ ജോർജ് റാന്നി സെൻട്രലിൻ്റെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ കേരളത്തിൽ വാ, അവിടെ കർത്താവിൻ്റെ വേല ചെയ്യാം എന്ന് പറഞ്ഞു. And when my father was pastoring in Rani, he asked me, once you come back in Kerala, we can minister here. ഞാൻ പറഞ്ഞു, അപ്പച്ച കേരളത്തിൽ ഇഷ്ടം പോലെ പാസ്റ്റർമാർ, എനിക്ക് നോർത്ത് ഇന്ത്യ പോകാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. So I told him there are many pastors in Kerala. My desire to minister in North India. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗുജറാത്ത് രാജ്കോട്ട് വന്നു. അവിടുന്ന് എൻ്റെ പ്രിയ ബ്രദറിലോ ഞങ്ങളെ സുണാവ് എന്ന ഗ്രാമത്തിൽ കൊണ്ടുവന്നു. And from Rajkot we went to a different village with my brother-in-law. അവിടെ ഞങ്ങൾക്ക് ഹിന്ദി ഇംഗ്ലീഷും അല്പമായിട്ട് അറിയാവുന്ന ഗുജറാത്തികളുടെ മധ്യയാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. And God took us to a place where some people speak English language and the Hindi language. ദൈവത്തിന്റെ കരുണയാൽ അവിടെയുള്ള ലോക്കൽ ആളുകളുമായി പ്രവർത്തിക്കുവാൻ നമ്മുടെ മലയാളിയായിട്ട് ആരുമില്ല, മലയാളം പറയാൻ ആരുമില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവവചനം ഗുജറാത്തിൽ ഞാൻ മിക്കവാറും അല്ല കഴിഞ്ഞ 33 വർഷത്തോളമായി ഗുജറാത്തിൽ തന്നെയാണ് പ്രസംഗിക്കുന്നത്. And when God took us there were no Malayali speaking people there, no Malayali congregations there, and for the last 33 plus years we've been ministering there among the Gujarati speaking people. അതുകൂടാതെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലെല്ലാം ഞങ്ങൾ ഒരു മെഗാഫോൺ എടുത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഓപ്പൺ എയർ മീറ്റിങ്ങിനായി പോയിക്കൊണ്ടിരുന്നു. And not only that, we would take a megaphone and we'd go to the villages and we'd travel, and both my wife and I, we would go different villages. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സന്നിധിച്ചു. കർത്താവിന് കൂടെ ഞങ്ങളോട് പ്രവർത്തിക്കാൻ ഓരോരുത്തരെയും ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ ആക്കിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ടായി. And that's when we had the desire. It'd be good to have people from the Gujarati speaking people, to have fellow ministers that would minister alongside us. ചുരുക്കമായി പറയട്ടെ, അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ ആരംഭം 2008 പല കർത്താവിൻ്റെ ദാസന്മാർ ചേർന്ന കർത്താവിന് എല്ലാം ഗുജറാത്തികളായ ദൈവദാസന്മാരാണ്. And so from that inception, that desire that we had translated into the year 2008, that many Gujarati speaking pastors were formed. അങ്ങനെ അത് സൗത്ത് ഗുജറാത്തിലെ ആദിവാസി ഏരിയയിലെ കർത്താവിൻ്റെ നാമം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിപ്പാനും, അങ്ങനെ ആദിവാസി ഏരിയ വളരെ വ്യത്യസ്തമായ ആരാധനയും പ്രവർത്തനങ്ങളാണ്. അവിടെയും കർത്താവിൻ്റെ ദാസന്മാരെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം നൽകി. And God gave us the opportunity to work amongst the tribal groups, and it's a different manner and method in which they worship, but God gave us the opportunity to go and worship with those people as well. 2008 തുടങ്ങിയ പ്രവർത്തനം 2014 എബനേസർ ക്രിസ്ത്യൻ ട്രസ്റ്റ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വന്നു. കാരണം അങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ട് ദൈവസേനയിൽ അങ്ങനെ ചെയ്തു. അത് ഇന്നുവരെയും കൃപയാൽ നടന്നുകൊണ്ടിരിക്കുന്നു. And what started in the year 2008, in 2014 we had to register it due to certain reasons. We had to register it as Ebenezer Christian Trust, and that's when we formed that. സുണാവിൽ ഞങ്ങൾ ചെന്ന സമയം മുതൽ വേറെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. എന്നാൽ ഒറ്റ ഒരു പ്രോഗ്രാം മാത്രം അറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക, അത് മാത്രം അറിയാം. And we didn't know much what to do once we got there, because we didn't know the language, nobody else was there. The one thing that we knew what to do was to fast and pray. ദൈവം ക്രമേണ ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. പലവിധമായ പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം കടന്നു വന്നു. അവിടെ എല്ലാം ദൈവം നല്ലതെന്ന് രുചിച്ചറിയുവാൻ ദൈവം വഴി ഒരുക്കി. And we went through many challenges, and we were stricken with diseases, and all those things we experienced the sweetness of God through those challenges. ഞങ്ങൾക്ക് 3 മക്കളും 3 കൊച്ചുമക്കളും ഉണ്ട്. We have 3 kids and we have 3 grandkids. ഇളയ മകളുടെ വിവാഹം ബാക്കിയാണ്. വിവാഹം ബാക്കിയാണ്. One more daughter is yet to get married. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിലെ ഇങ്ങനെ ഇവിടെ കടന്നു വരുമെന്നുള്ള ഒരു പ്രത്യേക ആലോചനയോ ഒന്നും ഉദ്ദേശിച്ചോ കടന്നു വന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് കഴിഞ്ഞ 19 വർഷം മുമ്പ് ഞാൻ തനിയെ ഒരു പ്രാവശ്യം ഇവിടെ കടന്നു വന്ന ഈ ചർച്ചിൽ വരുന്ന വേറെ ഒരു ബിൽഡിംഗ് ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. Coming here this time around was not necessarily planned or purposed in any way, but I remember roughly 19 years or so ago coming here and being in a church. I remember it being a different building. കർത്താവിൻ്റെ ദാസൻ ഞാൻ വിവരം അറിയിച്ചപ്പോൾ എന്ന് പറഞ്ഞു, 29-ാം തീയതി കടന്നു വന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ബൈബിൾ സ്റ്റഡി ആയിട്ട് അല്പസമയം എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. So when I informed the pastor that I'll be here, he said if you're coming on the 29th, you can take the time for the Bible study.
കർത്താവിൻ്റെ സന്നിധിയിൽ ബൈബിൾ സ്റ്റഡി ആയിട്ട് തുടങ്ങുവാൻ നമുക്കെല്ലാം പരിചയമുള്ള വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. And what I want to share with you this morning is something that we're all familiar with. കാരണം ഇപ്പോൾ പെന്തക്കോസ്ത് സഭകളിൽ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം ബൈബിൾ നോളജ് മാത്രമല്ല, എല്ലാം ഡിഗ്രിക്കാരും PhDക്കാരും ഡോക്ടേഴ്സുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. I know nowadays in the Malayali Pentecostal community, when we go to churches, it's not just that people know the Bible, they're degree holders and sometimes even doctorate holders. അതുകൊണ്ട് എൻ്റെ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ഒന്നും ഒരു ഗുണമായിട്ട് തോന്നത്തില്ലായിരിക്കും. So you may not really be in favor of my Bible study. അതിനെല്ല കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വർഷങ്ങളായിട്ട് ഇവിടെ ബൈബിൾ സ്റ്റഡി എടുത്ത് നിങ്ങളുടെ തല അതിനുവേണ്ടി നല്ല വൃത്തിയായിട്ടാക്കിയിരിക്കുന്ന ആൾക്കാരുമാണ്. And we know the servant of God that ministers here, pastors here, has given us much knowledge from the word of God. നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ അനുഭവിച്ച അനുഭവത്തോട് ചേർന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. And I want to introduce a person to you that aligns with our testimony. ഏറ്റവും പരിചയമുള്ള ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. And who I want to speak about this morning is the servant of God, Job, whom we're all familiar with. ഇയ്യോബിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരു 5 സാക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. We can see 5 testimonies related to the life of Job in the scriptures. ഒന്നാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, when you read the first chapter and the first 5 verses in the first chapter, തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കർത്താവ് അല്ലെങ്കിൽ ആ എഴുതിയ വ്യക്തി ആരാണെന്ന് മോശയാണ് എഴുതിയിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ ആരും ആയിക്കൊള്ളട്ടെ, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. We don't know who, there are different opinions on who may have written this book, but regardless we see several characteristics or qualities described in that first chapter. എന്നാൽ തൻ്റെ ഹിസ്റ്റോറിക്കൽ സാക്ഷ്യം അല്ലെങ്കിൽ ആ സാക്ഷ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. What we see is a historical evidence or a historical testimony. ഒരിക്കൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യം റെക്കോർഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല, ഒരു വിശ്വാസിയുടെ ആരംഭം മുതൽ അവസാനം വരെ കഴിയുമ്പോഴാണ് ആ ഹിസ്റ്ററി വെളി വരുന്നത്. And when somebody documents a historical evidence or historical facts, it doesn't happen overnight. It takes time from the beginning of life to the end of life to capture all that. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ആരംഭത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ, ശുഷ്കാന്തിയോട് ഇറങ്ങുമ്പോൾ, എന്നാൽ അതിന്റെ അന്ത്യം വരെയുള്ള അനുഭവത്തിൽ ആയിരുന്നുവെന്ന് പറയുന്നതാണ് നമ്മുടെ ഹിസ്റ്ററി. Well, history, what does it mean to say history? History is when someone captures the zeal that you started with when you started in ministry or become a believer, and until the end how you carry that onwards. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. History is his story. നമ്മുടെ സ്റ്റോറി, നമ്മുടെ വിഷയത്തെ പറ്റി ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നത്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പറയുന്ന അവൻ നല്ലവനും ദൈവത്തെ മനസ്സിലാക്കിയവനും കുഞ്ഞുങ്ങളോട് കൂടെ ദൈവത്തെ ആരാധിക്കുന്നതിനും അവൻ ദിവസം പ്രതി, അതിനകത്ത് ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, he was doing all the things. അങ്ങനെ അവൻ ദിവസം പ്രതി ചെയ്തു വന്നു. And we see the qualities described in this book. We see blameless, upright, someone who knows God, someone who worshipped with God as a family, and we see something where he repeats that he daily offered up some things. അവിടെ നമ്മൾ വായിക്കുന്നത്, തൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ ബർത്ത്ഡേയിലോ ദിവസം പ്രതി കൂടി വരുമ്പോൾ അതിന് ശേഷം അവരെ വരുത്തി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കർത്താവിന്റെ ദാസൻ ഇയ്യോബിനുണ്ടായിരുന്നു. And Job, we see that if the children were engaged in any sort of birthday or as the celebrations, he would invite them back and they would sit in the presence of God and pray. സെലിബ്രേഷൻ കഴിഞ്ഞ ശേഷം ഒരു വാക്ക് അവിടെ പറയുന്നത്, അവർ ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമോ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. And what we see there is Job is saying, if his own children may have sinned against God or cursed God in their hearts, he would offer up a sacrifice on their behalf. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം ചെയ്തവരോ വിവാഹം കഴിക്കാത്തവരോ ആണെങ്കിൽ പോയും നമുക്കൊരു ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും അവർ ഈ ഭൂമിയിൽ ഏത് അനുഭവം പ്രാപിച്ചാലും ഏത് സന്തോഷത്തിൽ കൂടെ പോയാലും we have to pray. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അവർ ദൈവസന്നിധിയിൽ നിൽക്കണം, ദൈവത്തിന് അന്യപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. No matter what stage or what lifestyle, what stage of life they're in, our children should, no matter where they live on this earth, we must pray that they always have the fear of God, live in that aspect. കർത്താവിന്റെ ദാസൻ യോഹന്നാൻ പറയുന്നത്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. And what the servant of God John said, there is no greater joy in me than knowing that my children are walking in the truth. എൻ്റെ പിതാവ് പാസ്റ്റർ ടി.എ. ജോർജ്
ജോർജ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ആത്മീയ വിഷയങ്ങളിലും അല്ലാത്ത വിഷയങ്ങളിലും. My father, Pastor T.A. George, was very strict in every aspect, including spiritual things. ഒറ്റ പേര് വിളിച്ചാൽ മതി, അത്യാവശ്യ പ്രാർത്ഥനയ്ക്ക് രാവിലെ എണ്ണിച്ചെല്ല് പേര് വിളിക്കുമ്പോൾ തന്നെ വിവരം അറിയാം എണ്ണിച്ചെല്ല് കിട്ടുമെന്നുള്ളത്. In the morning, if you're not ready for prayer, all it took is the calling of your name once, and once you know that your name has been called, you know you were in trouble. കാരണം അന്നത്തെ സ്ഥിതി അങ്ങനെയായിരുന്നു. That's how the conditions, situations were. ഇന്നിപ്പം നാം അമേരിക്കയിലാണ്. Now we live in America. എല്ലാവർക്കും ഓരോ മോൾക്കൊക്കെ ഓരോ റൂമുണ്ട്. Everybody has their own rooms. പക്ഷേ ഫാമിലി പ്രെയർ എത്ര വീട്ടിലുണ്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് എന്നാലും പ്രാർത്ഥന ഉള്ള വീടുള്ളതുകൊണ്ട് എനിക്കറിയാം. There are some families that still have prayer. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഗ്രഹം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I praise God for the opportunity that God has given us as a family to spend time together in prayer together. കർത്താവിൻ്റെ ദാസന അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ അനുഭവത്തിൽ യോബിനെ പറ്റി പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തു വന്നു. And we see that as we study the life of Job that he continued to do this on a day-to-day basis. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ലോകത്തിൻ്റെ മുമ്പിലും പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ളത്. What the world, the testimony that we have must be demonstrated and be evident before the world itself. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 23 മുതൽ 6 വാക്യം വായിക്കുമ്പോൾ, when we read Genesis chapter 23 as an illustration, അബ്രഹാം ഹിത്യരോട് പറയുന്ന ഒരു ശബ്ദമുണ്ട്. and there's a sound, there's a conversation that takes place between Abraham and the Hittites. ഞാൻ നിങ്ങളുടെ മധ്യേ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു. I am the one who has come to live in your land as a stranger. അതുകൊണ്ട് എൻ്റെ ഭാര്യയെ അടക്കുവാൻ നിങ്ങൾ ഒരു സ്ഥലം എനിക്ക് നൽകണം. And since I'm a foreigner, give me a place to bury my wife. ഹിത്യര് പറയുന്നത്, നീ ഞങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. And the Hittites said, you are a Lord of God amongst us, a Prince of God among us. ગુજરાતી പറയുന്നത്, તમે અમારા વચ્ચે પ્રભુનો સરદાર છે, એવી રીતે ગુજરાતીમાં બોલે છે. എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. And in other words, they're saying you are considered a Prince of God amongst us. ഒരു ദൈവത്തിനെ പറ്റിയുള്ള സാക്ഷ്യം, ഒരു ഹിസ്റ്ററി വരണമെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എവിടെ പാർത്താലും ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവം യേശു കർത്താവിൽ കൂടെ നൽകിയിരിക്കുന്ന ആ ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. praise God that the blessings that we have, the qualities that we have, the characteristics that we have should be evident as a child of God no matter what place we live in. അടുത്ത സാക്ഷ്യം കർത്താവ് ദൈവം തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. And the next testimony is something that God himself gives. എൻ്റെ ദാസന ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് സാത്താനോട് ദൈവം ചോദിക്കുകയാണ്. Have you set your sight on my servant Job? God is asking that of Satan. അവനെ പോലെ ദോഷം വിട്ടവനും പരിശുദ്ധനുമായ വേറെ ആരുമില്ലല്ലോ എന്ന് കർത്താവ് ഒരു ലിസ്റ്റ് പറയുകയാണ്. And God is giving a list by saying that there's no one blameless, upright, or one who fears God as Job does. രണ്ടാം അധ്യായത്തിനും ആ സെയിം പ്രൊസീജിയർ നമുക്ക് കാണുമ്പോൾ കർത്താവ് സാത്താനോട് ആ വിഷയം തന്നെ പറയുന്നത്. And the second chapter we see the same conversation happening between God and Satan. നമുക്കറിയാം, നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. We have not seen God. എന്നാൽ ദൈവം നമ്മളെ പറ്റി സാക്ഷ്യം പറയുന്നത് ആ ദൈവദാസൻ അല്ലെങ്കിൽ അയ്യോബിനെ പറ്റി സാത്താനോട് പറയുകയാണ്, എൻ്റെ മകനെ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ, കാരണം അവനെ പോലെ വേറെ ആരും ലോകത്തിലില്ല. Even though we may not have seen God, when God gives us testimony, what does it sound like about Job? God is saying, have you set your sight on Job? He is fearless, he is blameless, he is upright, he is a one who fears God. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് നഥനയേലിനെ നോക്കി പറയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. When in the New Testament we see Jesus looking at Nathanael and saying he is actually an Israelite and there is no deceit in him. വെളിയിൽ ആരെങ്കിലും നമ്മളെ നോക്കിയാൽ നമ്മൾ പല കാര്യങ്ങൾ പറയുവാൻ കഴിയും. And people looking at us outwardly may be able to say certain things. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവസന്നിധിയിൽ ദൈവം എന്നെപ്പറ്റി സാക്ഷ്യം ഇങ്ങനെ പറയണം, ഇവനിൽ കപടമില്ല. ദൈവത്തിന് But when God looks at our heart, God should be able to give a testimony of us, knowing and saying that there's no deceit in him. ഒരു വ്യക്തിയെ പറ്റി കർത്താവ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപരിയായ വേറെ സാക്ഷ്യം നമുക്ക് ആവശ്യമില്ല. Once God gives a testimony of one person, there's no other testimonies or character descriptions that are needed. ലോകത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി നോക്കുമ്പോൾ കർത്താവിനെ പറ്റിയും ലോകക്കാർ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധനായ നമ്മുടെ കർത്താവിനെ പറ്റി ലോകക്കാർ പറഞ്ഞ വിഷയം നമുക്കറിയാം. We know what the world and how the world gave a character witness of Christ who had no wrong, no sin in him. ഇവൻ മറിയയുടെ മകനല്ലേ?
Is he not the son of Mary? അവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ അല്ലേ? Are his brothers not with us? ഇവൻ ഈ അധികാരമൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? Who gave him all this authority? അങ്ങനെ കർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ കർത്താവ് അവന് തിരിച്ചൊന്നും പറഞ്ഞില്ല. And when they were describing, when they're talking about Jesus that way, Jesus did not respond in any manner. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ആണെന്ന് ഞാൻ ആകുന്നു കർത്താവ് അവരെ തെളിയിക്കാനൊന്നും പോയില്ല. He didn't go to prove that he is the son of God who's incarnate as a man who came into flesh. കാരണം നമ്മളെപ്പറ്റി ലോകത്തിന്റെ സാക്ഷ്യമല്ല. കർത്താവ് സ്നാനപ്പെട്ട വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് ഇവിടെ കേട്ടത്. And what we see there is Jesus Christ received the testimony from heaven itself when he came out of the water after baptism, and it says, "Beloved, this is my beloved son." അത് തന്നെയല്ല, കർത്താവ് മരിച്ചു കഴിഞ്ഞ് അടക്കി കഴിഞ്ഞപ്പോഴും അവിടുത്തെ പുരോഹിതന്മാരെ കൂടി ഒരു ശബ്ദം പറഞ്ഞ് ഞാൻ രാവിലെ ദൈവവചനം വായിച്ചപ്പോൾ ഓർത്തു, ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ. And when the high priest came together after Jesus Christ was buried and resurrected, the priests were huddled together. They said, when this deceptive man lived. കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടും പറഞ്ഞു ഇത് ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ എന്നാ. And even after his death, they described Jesus in that manner. എന്നാൽ ഒരു വിഷയം, മൂന്നാം ദിവസം കർത്താവ് ഉയർത്തുമ്പോൾ ചതിയനെ അല്ലെന്ന് മനസ്സിലായി. കർത്താവിന് സ്തോത്രം. Amen. After Christ raised on the third day, they realized he was not lying at all. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. നമ്മളെ ലോകം എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ആ വലിയ പ്രത്യാശയാണ് ദൈവം നമ്മൾക്ക് ഇരിക്കുന്നത്. The world may describe us a certain way, the people may describe us a certain way, but if we are raised up at the time of the trumpet sound, when the Lord calls us, that's our testimony and witness. ലോകക്കാർ എന്ത് പറഞ്ഞോട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, കർത്താവ് വരുമ്പോൾ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ കടന്നു പോകാനുള്ള വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നതിനാൽ വിശ്വാസം നിലനിൽപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. May God enable us to stand strong in the faith, walk in the faith that we have, that if we have a clear conscience before God, that no matter what somebody else says, it doesn't really matter. മൂന്നാമത്തെ സാക്ഷ്യം സാത്താൻ തന്നെയാ പറഞ്ഞു. The third testimony was given by Satan. സാത്താൻ പറഞ്ഞു, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? Is it for no reason that Job is such a devout person? അവന് വട്ടത്തിൽ വേലി ചുറ്റി വേലി കെട്ടിയിരിക്കുകയാണ്. And you have put a hedge around him, completely surrounding him. കർത്താവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ദൈവവേദനയുടെ വിരുദ്ധമായ സാത്താൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമോ കർത്താവ് അനുവദിക്കാതെ അതിനകത്ത് വരാൻ സമ്മതിക്കത്തില്ല. And no matter how many times Satan schemed certain things to do against Job, he could not do it unless the Lord had permitted him. 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. In Psalms 34 we see that God has encompassed or circled the saints of God. വിശ്വാസത്തിന്റെ അനുഭവം ഞങ്ങൾ സുണാവിൽ വന്ന സമയം മുതൽ അനേക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടും വന്ന അനുഭവങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുന്നു. I still remember those times when we went through different challenges and difficulties in the ministry time. എന്നോട് പറഞ്ഞു, വന്ന് കിടക്കുക. ഗുജറാത്തി പറഞ്ഞ മട്ടൻ മच्छी खाए ने ऊपर रहिए छे कसो शर्म नहीं आवतो आने आतो काली मुक्कू पड़े എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീൻ തിന്നോണ്ട് മേളിൽ കിടക്കുക, ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേലേ ഒക്കെ ഉള്ളൂ എന്നുള്ള വരെ കാര്യങ്ങൾ കേട്ടു. And people were talking bad about us, accusing us, saying stuff like, oh, he just came here to eat meat and then food and relax and enjoy here. കാരണം ഞങ്ങൾ കർത്താവിനെ വിളിച്ചത് വേർതിരിച്ചു എന്നുള്ള നല്ല ബോധത്തോട് വിശ്വാസത്തോടെ ചെന്നത് അവർ പറയുന്നത് പോലെ ഞങ്ങൾ ആക്ട് ചെയ്തില്ല, അത്രേ ഉള്ളൂ കുഴപ്പം. We went there with the full confidence that the Lord has called us to go minister there. Their issue was that we didn't act according to the way they wanted us to act. പാസ്റ്റർമാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്കറിയാം, ചിലടത്തെ ഒരാൾ 500 രൂപ കൂടുതൽ കൊടുത്ത് പുള്ളി പറയുന്ന പോലെ എല്ലാം ചെയ്യണം. And so pastors face this difficulty that if someone gives an extra amount, maybe $500, then that person expects that the pastor should be favoring them. അല്ല, എൻ്റെ അപ്പനാണ് ഈ സ്ഥലം കൊടുത്തത്. Or some people might say, oh, my father is the one who gave the place for the church. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം. So then you must do according to what I say. ഗുജറാത്തിൽ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. We had someone similar to that in Gujarat also. ഞാൻ പറഞ്ഞു, ഈ അപ്പച്ചന്മാരെയൊക്കെ സഭയെ വെച്ചിരിക്കുന്നത് പാസ്റ്റർമാരെ നേരെയാക്കാൻ വേണ്ടിയാ. And I said that some of these older folks are sitting in the church to make sure the pastors walk straight. നമ്മൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചു അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത് കംപ്ലീറ്റ് ആകത്തില്ല.
It's not, you're not complete in education or learnings by simply going to Bible college. ചില വിശ്വാസികളെ വെച്ചുകൊണ്ട് പാസ്റ്ററെ നേരെയാക്കാൻ വേണ്ടി. Some believers are there to make sure the pastors are straight. അങ്ങനെ കർത്താവ് എന്നെ നേരെയാക്കിയിട്ടുണ്ട്. And so God has used that as a means to straighten me. കാരണം വിശ്വാസത്തിന്റെ അനുഭവത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ ശാരീരികമായ രീതിയിലും വെളിയിൽ നിന്ന് അകത്തുനിന്ന് വന്നപ്പോൾ കർത്താവ് ചുറ്റും വേലി കെട്ടിയിരുന്നതിനാൽ ഇന്ന് വരെയും ജീവിക്കുന്നു. Amen. Because even though we face challenges both inside and outside, and many obstacles or difficulties came, because God had put a hedge around us, even to this day we stand strong. 12-ാം അധ്യായം 10-ാം വാക്യം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ രാപ്പകൽ ദൈവമക്കളെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന സാത്താൻ. We see in the book of Revelation chapter 12, day and night there's someone who accuses us, who is Satan. ആ സാത്താൻ ദൈവത്തോട് പറയുകയാണ് ഇവന് ചുറ്റും അവിടുന്ന് കർത്താവ് വേലി കെട്ടിയിരിക്കുകയാണ്. And that Satan is telling God, you have put a hedge around Job. എത്ര നോക്കിയിട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. No matter how much Satan tried, he was not able to enter inside. സാത്താന് മനസ്സിലായി ഇവൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ളത്. So Satan understood that he is a child of God. ചില സമയത്ത് കർത്താവ് നമ്മളെ അല്ലെങ്കിൽ അനുവദിക്കും സാത്താൻ നമ്മൾ Sometimes God may allow Satan to breach that perimeter. നമ്മൾ യോബിന്റെ പുസ്തകം വായിച്ചു വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ടു, മക്കളും നഷ്ടപ്പെട്ടു, ശരീരത്തിന്റെ കാര്യങ്ങളും നഷ്ടപ്പെട്ടു, എന്നാൽ ഇവയിൽ ഒന്നിലും യോബ് കർത്താവിന് വിരുദ്ധമായി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുന്നു. Later on, as we read through the chapters, we see Job lost everything, his health, his body, his children, his belongings, his possession, but it goes on to say that even through all this he uttered no single word against the Lord. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ദാസനായ യോബിന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തെ ദൈവം അകത്തുനിന്ന് അവനെ ഒന്നുകൂടെ മജബൂത്താക്കി ഒന്നുകൂടെ ഉറപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. So what we see that is through this situation that the faith inside becomes firmer, it becomes stronger going through this process. വിശ്വാസത്തിന്റെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സാത്താൻ വിചാരിക്കും ഇവൻ ഇനിയും ജീവിക്കത്തില്ല, എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം വിശ്വാസത്തെ ഉറപ്പിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. So Satan may think that going through this ordeal he may not survive, but what happens is when you stand strong in the faith, it makes us come through the situation victoriously. ഞങ്ങൾ അവിടെ ചെന്ന ശേഷം ഞാൻ അന്ന് മരുന്ന് ഉപയോഗിക്കുന്ന ഒരു എടുക്കത്തിൽ നിന്നുള്ള നിർണയം ഉണ്ടായിരുന്നു എനിക്ക്. So when we moved there, we had a decision that we would not use any sort of medicine. അന്നേരം എനിക്ക് എല്ലാ വർഷവും 5 വർഷം കണ്ടിന്യൂസ് ആസ്മ വരും. So every year for 5 years consecutively I struggled with asthma. വീട്ടിൽ ആർക്കും ആസ്മ ഇല്ല. And no one else in my household had asthma. ഇത് സാത്താന്റെ പരിപാടിയാണ്. So then I understood this was a satanic attack. ഞങ്ങൾ വിശ്വാസികൾ പാസ്റ്റർ സാഹിബ് ദവാ ദുആ ബന്നെ ചാഹിയേ ബന്നെ ജോയിയേ അല്ല ദവാ ദുആ എന്ന് വെച്ചാൽ പ്രാർത്ഥനയും വേണം മരുന്നും വേണമെന്ന്. So then they said you need prayer and medicine. ഞാൻ അന്നേരം ശ്രദ്ധിക്കാറില്ല. I would not pay attention to ഞാൻ that. ഇങ്ങനെ ഇരുന്ന് വലിക്കുമ്പോൾ അവർക്ക് വലിയ ദുഃഖമാണ്. So when I was struggling for breathing, people around me would be sad. സാത്താൻ അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. So then I knew it was a satanic attack. ഞങ്ങൾ മേളിലെ പാഴ്സണേജ് താമസിക്കുന്നത്. So we lived in the upper side of the parsonage. ഹോളിനോട്ട് മുട്ടുകുത്തിയിരുന്ന യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എന്നെ ശാസിച്ച് അന്ന് വിടുതൽ ദൈവം തരാൻ തുടങ്ങും. And so that evening I came to the church, I got on my knees and said in the name of Jesus I rebuked it, and from that day on my healing started. 5 വർഷം എന്നെ പരീക്ഷിച്ചു. 5 years he tested me. പിന്നെ പുള്ളി അങ്ങ് പോയി. And then he left. പിന്നെ അടുത്ത ഞങ്ങൾ സഹോദരിയെ പിടിച്ചു. And then after that my wife had an attack. 3 പ്രാവശ്യം കംപ്ലീറ്റ് ഞാൻ 2000 അമേരിക്ക വരുമ്പോൾ തൻ്റെ നടുവ് തളർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നുള്ള വിവരം അറിഞ്ഞു. So when I came to the US in the year 2000, I learned that my wife had completely had some sort of back issue and was hospitalized. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, 50,000 rupees വേണം. ഞാൻ അന്നേരം വേറെ അമേരിക്ക വേറെ സ്ഥലത്തായിരുന്നു, ഓർക്കുന്നില്ല. So the doctor said as surgery is needed, it's about 50,000 rupees. I was in a different place of the US. എന്നാൽ ദൈവം വിടുവിച്ച് 3 പ്രാവശ്യം ഓപ്പറേഷന് വേണ്ടി തയ്യാറായി പോയതാ. ലാസ്റ്റ് ചെന്നപ്പോൾ ഹൈ ഡയബറ്റീസ് ആയതുകൊണ്ട് ഓപ്പറേഷൻ പറ്റത്തില്ല, അങ്ങനെ രക്ഷപ്പെട്ടു. So 3 times she was assigned for surgery, and the 3rd time they said because she's highly diabetic that surgery is impossible. ഒരു വിശ്വാസികളുടെ എല്ലാ രോഗവും ഉണ്ട് കൂടെ. Every disease that a saint of God has, we also have that. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ഒരു കൈത്താങ്ങളിൽ നിന്ന് മാത്രമല്ല പലപ്പോഴും എന്നെ ഉപദേശിക്കുകയും ചിലപ്പോൾ വഴക്ക് പറയുകയും ചെയ്യും. അതൊക്കെ കേൾക്കേണ്ടി വരും ചിലപ്പോൾ. It's not just a support structure, but sometimes she also corrects me and also scolds me, and that also happens in my life. ഇവിടുത്തെ പാസ്റ്റർക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം പുള്ളി നല്ല പഠിത്തക്കാരനാണ്, എൻ്റെ ആവശ്യം വരുന്നില്ല.
ഹല്ലേലൂയ. Our pastor here doesn't need all that. കർത്താവിന് സ്തോത്രം. കാരണം അതും ആവശ്യമാണ് ഇടയ്ക്കൊക്കെ. And that sometimes it's necessary. പിന്നെ ഞാൻ ഏതെങ്കിലും കാര്യം മറന്നുപോയാൽ എന്നെ ഓർപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. So sometimes when I forget things, she's very good at reminding me of those things. ഇപ്പം പിന്നെ മൊബൈൽ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ശല്യപ്പെടുത്താറില്ല. അല്ലെങ്കിൽ ബൈബിളിന്റെ ഏതെങ്കിലും ബാക്കി എനിക്ക് ഓർമ്മ വന്നത് ഇത് എവിടാന്ന് ചോദിച്ചാൽ ഇന്നടത്താന്ന് ഉടനെ പറഞ്ഞു തരും. And so now that we have cell phones, it's easy to access certain things. I don't bother her as much, but sometimes when I forget a verse, I'll ask her and she'll tell me exactly where it is. കാരണം കർത്താവിന്റെ വേലയിൽ എനിക്ക് നൽകിയിട്ടുള്ള കർത്താവിന്റെ ദാസിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the servant of God that's been given to me as my companion in ministry. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും പോവാനും വരുവാനും എല്ലാം കർത്താവ് സഹായിച്ചു. So God is enabling us to work together, travel together, pray together. ഇന്നും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. And God is enabling to do that same. കാരണം സാത്താന്റെ അടി പല രീതിയിൽ ആത്മീയമായ രീതിയിൽ ശാരീരികമായ രീതിയിൽ വന്നപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാർ ഞങ്ങളെ മാത്രമല്ല നമ്മളെ ഓരോരുത്തരെയും നമ്മളായിരുന്ന ഇടങ്ങളിൽ ഇന്നും കർത്താവ് നമ്മളെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. God has enabled, or God has provided His angels to protect us and circle us in every aspect of our life. And He not only just for us, all of us have experienced the protection of God in that manner. അടുത്ത സാക്ഷ്യമാണ് തന്റെ ഭാര്യ. The next character witness comes from his wife. പുള്ളിക്കാരി പറയുന്നത്, ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചുകളാ. Are you still holding on to your faith? Why don't you reject God and your faith and die? അതിനകത്തൊരു ചെറിയ സീക്രട്ട് ഉണ്ട്. നമ്മുടെ ഭർത്താവും ഭാര്യയും ആയിരിക്കുന്ന എൻ്റെ ഭക്തി നിങ്ങളുടെ ഭക്തി അല്ലെങ്കിൽ ഭാര്യയുടെ ഭക്തി ഭർത്താവിൻ്റെ ഭക്തി രണ്ടുപേർക്കും അന്യോന്യം അറിയാവുന്ന വിഷയമാണ്. So we know as a husband and wife in the married life, you know what somebody's devoutness is, their level of faith or measure of faith is. മുഴുവൻ അധ്യായം മുഴുവൻ അയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ പിന്നെ അയ്യോബിന്റെ ഭാര്യയെ പറ്റി ഒരു ശബ്ദം കേൾക്കാനില്ല. And the rest of the book of the Job, there is no sound or voice of the wife of Job at all. ഞാൻ ചിലപ്പം വിചാരിക്കും ഈ പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന്. So then I would think, why did she say in this manner? നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ ഒക്കത്തുള്ളൂ. Because it's after you're dead that I can marry again. കാരണം 10 പിള്ളേരും പോയി. All my 10 children are gone. നിന്റെ ശരീരം ഒരു കാശിനും കൊള്ളത്തില്ല. Your body is completely destroyed. നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചു. Your God has abandoned you. നിന്നോട് ജീവിച്ച എന്നോ കാര്യം സാധിക്കാനാ. So what am I going to gain by living with you? എന്നാൽ തന്റെ ഭാര്യ പറയുന്നു, ഇന്നും നീ ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും പ്രശ്നം വന്നിട്ടും. But his wife is saying, you're still holding on to God even today in the midst of all these problems. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ ഏത് പ്രതിസന്ധിയിലും ഏത് അനുഭവത്തിലും പിടിച്ചുകൊള്ളുവാൻ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുവാനായ യേശുവിനെ നോക്കി ഓടുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം I ചെയ്യുന്നു. praise God that He's enabling us to and allowing us to fix our eyes on the author and the finisher of our faith and hold on to it in the midst of all of our challenges. യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. Joshua said, as for me and my house will serve the Lord. ആ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. And there are many multitudes of people living on this globe that experience that blessing. അങ്ങനെ അഞ്ചാമത്തെ സാക്ഷ്യമാണ് തന്റെ സ്നേഹിതന്മാർ തന്നെ ആശ്വസിപ്പാനായി കടന്നു വന്നു. The fifth character witness that we see is the witness of the testimony of the friends who came to comfort him. രണ്ടാമത്തെ 11 വാക്യവും നാലാമത്തെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ സ്നേഹിതന്മാർ തന്നെ ആശ്വസിപ്പിക്കുവാനായി കടന്നു വന്നു. In the second chapter and in the fourth chapter we see where his friends came to console him and comfort him. അവർ വന്നിട്ട് 7 ദിവസം അവനോട് ഒന്നും മിണ്ടാൻ പറ്റാതിരുന്ന അനുഭവമാണ് അവർ കാണുന്നത്. And what we see there is the friends came and for 7 days they could not speak to him, did not utter a word. ഗുജറാത്തിൽ ഇങ്ങനെ സിസ്റ്റം ഉണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം അവരുടെ വീട്ടിൽ പോയി ഇരിക്കുക എന്നുള്ള സിസ്റ്റം ഉണ്ട്. In Gujarat there's a system that if someone passes away, you come to the family's house and sit there for 7 days. അതിന് പറയുന്നത് ബൈസണ എന്നാ പറയുന്നത്. വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അടക്കം കഴിഞ്ഞാൽ അന്ന് തന്നെ അടക്കം അവർ വെച്ചോണ്ടിരിക്കത്തൊന്നുമില്ല. നമ്മളോട്ട് ഫ്രീ ഈ കോൾഡ് ഷോ അവർ പറയുന്നത് നമ്മൾ മോർ ചെയ്യുന്ന അവർ കോൾഡ് സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത്. അതിനകത്തുകൊണ്ട് വെക്കത്തൊന്നുമില്ല. And there if someone passes away, they bury them the same day. We call it mortuary, they call it cold storage. They don't have that such a practice. രാവിലെ മരിച്ച ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് അടക്കി കഴിഞ്ഞിരിക്കും. If someone passed away in the morning before 6 o'clock, they're already buried. അതിനെക്കാട്ടി വലിയൊരു വിഷയമാണ് ഈ ബൈസന. 7 ദിവസം കഴിയുമ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഫോട്ടോ ഒക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് അവരെ കാണാൻ വരികയും അവരുടെ ദുഃഖം മാറാൻ വേണ്ടി എല്ലാ ദിവസവും വൈകിട്ട് അവരുടെ വീട്ടിൽ കൂടി അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം
പ്രോഗ്രാമുണ്ട്. But they have a system in which every evening after the burial service, people would come and spend time with them, comfort them, and they do that for 7 days. അത് തന്നെയല്ല, ഈ 7 ദിവസം അവരുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ ആരും അനുവദിക്കത്തുമില്ല. And for 7 days, no one is allowed to cook in that household. അടുത്ത വീടുകളിൽ നിന്ന് ചായയോ കാപ്പിയോ അവർക്കുള്ള ആഹാര സാധനങ്ങൾ എല്ലാ സമയം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൊണ്ടു കൊടുക്കും. And for morning, noon, and at night, the families around, the neighbors will bring the meals for that house. ചിലപ്പോൾ ഈ 7 ദിവസം ഈ ബൈബിളിൽ നിന്ന് കിട്ടിയാന്ന് അറിയത്തില്ലെങ്കിലും ഈ സഹോദരന്മാർ അല്ലെങ്കിൽ സ്നേഹിതന്മാർ വന്നിട്ട് 7 ദിവസം അവനോട് ഒരു അക്ഷരം പോലും പറയാറുന്ന അതിൻ്റെ ഭക്തി നിൻ്റെ ആശ്രയമല്ലയോ, നിർമ്മല നടന്നിട്ട് എവിടെ നശിച്ചു പോയിട്ടുള്ളൂ എന്നാണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. And we don't know if they got the same practice in the Bible, but we see here the friends of Job came and spent time with them for 7 days and did not utter a word. നമുക്ക് ചില ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് നല്ലതാണ്. So it's good to have some friends. കാരണം നമ്മൾ പെന്തക്കോസ്തുകാർ വളരെ ആരോടും വളരെ അടുക്കത്തില്ല. As Pentecostals, it's hard for us to make friendships. കാരണം നമ്മളിങ്ങനെ ഹൈ ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. Since we're of high quality standards, വേറെ ആരും നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. it's hard, difficult to bring others near us. അന്നേരം ഞാൻ ഓർക്കും നമ്മുടെ കർത്താവ് പോയിടത്തെല്ലാം ചുങ്കക്കാരും പാവികളും വേശ്യമാരും എല്ലാം വന്ന് എന്ന് കഴിക്കുകയും വരിക. നിങ്ങളുടെ ഗുരു എന്നാ ഇങ്ങനെ ചെയ്യുന്നത്? But when we look at the life of Jesus, we see him spending time with the tax collectors, the Pharisees, and the ones who were abandoned by rejected by the community. We see people asking, why is your master behaving in this manner? കർത്താവ് ഞാൻ അവരെ തേടിയാ വന്നത്. Jesus said, I came looking for them. ഞങ്ങൾ ഗുജറാത്തിലായിരിക്കുമ്പോൾ CNAക്കാരുടെ അവിടെ പോവും, മെത്തഡിസ്റ്റിൻ്റെ അവിടെ പോവും, അല്ലെങ്കിൽ സാൽവേഷൻ അവരെ. കാരണം അവിടെ എല്ലാ വിശ്വാസികളും അങ്ങനത്തെ വിശ്വാസികളും അവരുടെ മീറ്റിംഗ് വിളിച്ചാൽ ദൈവവചനം സംസാരിക്കും. കാരണം അയ്യോ ഞാനങ്ങനെ അവിടെ പോകുന്നെന്ന് വിചാരിക്കല്ല. കാരണം എവിടെ ദൈവവചനം പറയാൻ അവസരം കിട്ടുന്നു അവിടെ പോയി കർത്താവിനെ വചനം പറയുക, അവരെ കർത്താവിൻ്റെ വചനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. As we are spending time in Gujarat, we spend time with all the different Christian denominations and churches that gather there. Every time we get an opportunity to share the word of God, we don't dismiss that. We go and share the word of God. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാൽവേഷൻ ആർമി ചർച്ചിൽ അവരുടെ ലാസ്റ്റ്ലി ദുഃഖത്തിൻ്റെ ആചരണം 7 day കർത്താവിൻ്റെ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ എന്നെ ഒരിക്കൽ പ്രസംഗിക്കാൻ വിളിച്ചു. And one of the Salvation Army churches there, they invited me to preach during their week of lament. ദൈവവചനത്തിന് ക്രിയമായിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അവർക്ക് ബാപ്റ്റിസം ഇല്ല, തിരുവത്താഴമില്ല, ആ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നല്ല ക്ലിയറായിട്ട് സുവിശേഷം പറഞ്ഞു. And I shared the gospel in a very simple and clear manner, even though their doctrines are different in terms of baptism and Lord's Supper. കാരണം അത് പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല. After that, they have never invited me കാരണം അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. because they don't like it.